ഹായ്, ഐക്കാൻഡി ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ തംബ്നെയിലിൽ കണ്ട പോലെ നമ്മുടെ വീഡിയോ എങ്ങനെ മെച്ചപ്പെടുത്താം എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചിലർ നമ്മോട് ചോദിക്കാറൊരു ചോദ്യം, എൻ്റെ കയ്യിലും SLR ഉണ്ട്, അതായത് ഞാനും SLR വെച്ചിട്ടാണ്, അതായത് യൂട്യൂബേഴ്സിനെയാണ് ഞാൻ പറയുന്നത് കേട്ടോ, യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ആളുകളെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അവരിൽ പേഴ്സണലായിട്ട് അതുപോലെ നേരിട്ട് കാണുമ്പോൾ പറയാറുണ്ട്, ഞാനും SLR ക്യാമറ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യാറ്, പക്ഷേ അത്ര ബെറ്ററായിട്ട് തോന്നാറില്ല ഞങ്ങളുടെ വീഡിയോസൊന്നും. അത് എന്താണ്, അതിന് റിച്ച് ഫീൽ ചെയ്യുന്ന ഒരു ദാരിദ്ര്യം പിടിച്ച പോലെയൊക്കെയാണ് ഫ്രെയിം കാണുമ്പോൾ തന്നെ. അപ്പോൾ അത് എങ്ങനെ മെച്ചപ്പെടുത്താം, എങ്ങനെ എന്താണ് ട്രിക്ക് എന്തെങ്കിലും നിങ്ങളുടെ വീഡിയോസൊക്കെ കുഴപ്പമില്ല എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം, ഡിസ്കസ് ചെയ്യാം ഈ വീഡിയോയിലൂടെ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. എനിക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ. നമ്മൾ സിനിമ കാണാറുണ്ടല്ലേ, എത്ര മനോഹരമായിട്ടുള്ള സിനിമകളുണ്ട്, നല്ല എന്താ പറയുക, വിഷ്വൽ ബ്യൂട്ടി ആയിട്ടുള്ള നല്ല മനോഹരമായിട്ടുള്ള സിനിമകൾ ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഫ്രെയിമുകളൊക്കെ കാണാൻ എന്ത് രസമാണ്, ഓരോ സീനിലെ ഷോട്ടൊക്കെ നമ്മൾ നന്നായിട്ട് ആസ്വദിച്ചിരുന്ന് കാണാറുണ്ട്. അങ്ങനെ ഒരു സിനിമ ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് ചിന്തിച്ചാൽ മാത്രം മതി. ഒരു സിനിമ എങ്ങനെയാണ് ഉണ്ടാകുന്നത്, നമ്മുടെ മുമ്പിലോട്ട് അത്ര മനോഹരമായിട്ട് എങ്ങനെയാണ് എത്തുന്നത്, അത് ഞാൻ പറയാത്തതിന് നിങ്ങൾക്ക് അറിയാവുന്നൊരു കാര്യമായിരിക്കും, എന്നാലും പറയാം. ആദ്യം ഒരു കഥ വേണം, ആ കഥ ഡയറക്റ്റ് ചെയ്യാൻ ഒരു ഡയറക്ടർ വേണം, അതിൻ്റെ ആ വിഷ്വൽ ഷൂട്ട് ചെയ്യാൻ ഒരു ഛായാഗ്രഹകൻ, ഒരു വീഡിയോഗ്രാഫർ വേണം, അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചം നൽകാനായിട്ട് ലൈറ്റിംഗ് യൂണിറ്റുകളുണ്ട്, ലൈറ്റ്സ് ആവശ്യമാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ ഫ്രെയിമിനെ വിഷ്വൽ ബ്യൂട്ടി ആക്കാൻ സഹായിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് അതിൻ്റെ ആർട്ട് ഡയറക്ടർ, അവരുടെ അസിസ്റ്റൻറ്റേഴ്സൊക്കെ. അവർക്ക് നല്ലൊരു പങ്കുണ്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, പശ്ചാത്തലം ബ്യൂട്ടിയെ മനോഹരമാക്കാൻ വേണ്ടിയിട്ട്. അതിലോരോ പ്രോപ്പർട്ടീസും അവരുടെ കലകളാണ്, അവരുടെ സൃഷ്ടികളാണ്. അതിൽ അഭിനയിക്കാൻ നായികന്മാരുണ്ട്, അവർക്ക് കോസ്റ്റ്യൂം കൊടുക്കാൻ കോസ്റ്റ്യൂമറുണ്ട്, മേക്കപ്പ്മാരുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചാലുള്ള, ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുമ്പോഴാണ് ഒരു നല്ല സിനിമ, നല്ലൊരു മനോഹരമായുള്ള സിനിമ നമ്മുടെ മുമ്പിലോട്ട് എത്തുന്നത്. എന്നതുപോലെ തന്നെയാണ് നമ്മളും വീഡിയോ ചെയ്യേണ്ടത്. അത് മാത്രം മനസ്സിലാക്കിയാൽ മതി. നമ്മൾ ആരെങ്കിലും അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? എന്നാൽ ശ്രദ്ധിക്കാറില്ലെങ്കിലും നമ്മൾ അതുപോലെ തന്നെയാണ് പോവാറ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് അതെല്ലാം സെപ്പറേറ്റ് ആളുകളാണ്, പക്ഷേ ഇവിടെ നമുക്ക് എല്ലാം ചെയ്യുന്നത് നമ്മളാണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ആ ഒരു ബോധത്തോട് കൂടിയിട്ടല്ല നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. സിനിമയിലെ കഥ പോലെ തന്നെയാണ് നമ്മുടെ കണ്ടൻറ്റ്. ഒരു യൂട്യൂബറെ സംബന്ധിച്ചിടത്തോളം ഒരു കണ്ടൻറ്റാണ് മെയിൻ. അപ്പോൾ ആ കണ്ടൻറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് എങ്ങനെ അവതരിപ്പിക്കണം, അതാണ് ഡയറക്ടറുടെ പണി. അപ്പോൾ നമ്മൾ അതെങ്ങനെ അവതരിപ്പിക്കണം. അപ്പോൾ കഥ എഴുതുന്ന ആൾ നമ്മൾ തന്നെയാണ്, കണ്ടൻറ്റ് ഉണ്ടാക്കുന്ന ആൾ നമ്മൾ തന്നെയാണ്. അത് അവതരിപ്പിക്കേണ്ടത് ഏത് രീതിയിലാണ് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്കൊരു ഛായാഗ്രഹണം, ആ കണ്ടൻറ്റ് അവതരിപ്പിക്കുന്ന ആളെ പകർത്തിയെടുക്കാനായിട്ട് വീഡിയോഗ്രാഫർ വേണം. അതും നമ്മൾ തന്നെയാണ് മിക്കവാറും. മൊബൈലിലായാലും SLRലായാലും അതിൻ്റെ വീഡിയോഗ്രാഫറും നമ്മൾ തന്നെയാണ്. പിന്നെ വേണ്ടത് പശ്ചാത്തലം, അതായത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട്. അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് ബാക്ക്ഗ്രൗണ്ട്. അതിലെ ഓരോ പ്രോപ്പർട്ടീസോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വെക്കുന്നതും നമ്മൾ തന്നെയാണ്, ആർട്ട് ഡയറക്ടർ. ഇനി അതിൽ അഭിനയിക്കുന്ന ആരാ? നമ്മൾ തന്നെയാണ്. നമ്മളെല്ലാം അവതരിപ്പിക്കുന്നത് അപ്പോൾ നമ്മൾ തന്നെയാണ്. കോസ്റ്റ്യൂം ആരാന്ന് നിശ്ചയിക്കുന്നത് നമ്മൾ തന്നെയാണ്. മേക്കപ്പ് ആരാ? നമ്മൾ തന്നെയാണ്. ലൈറ്റിംഗ് സിസ്റ്റം അതാരാണ്? നമ്മൾ 2 ലൈറ്റ് അവിടേക്ക് വെക്കും, അതും ആരാ സെറ്റ് ചെയ്യുന്നത്? നമ്മൾ തന്നെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളാണ് ചെയ്യുന്നത്. പക്ഷേ ഇത്രയും കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ പോകുന്നതാണ് നമ്മളുടെ വീഡിയോയിലുള്ള ഫാൾട്ട്. നമ്മളെ ചാനലിൻ്റെ ഏറ്റവും നല്ല ദാരിദ്ര്യം എന്ന് പറയുന്നത്, ചാനലിൻ്റെ ഏറ്റവും ഫാൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരാൾക്ക് ചെയ്യാൻ പറ്റും.
ഞാൻ പറയുന്നത് ഇതിനെല്ലാം സെപ്പറേറ്റ് ആളുകൾ വേണം എന്നല്ല പറയുന്നത്. ഇതൊക്കെ നമ്മൾക്ക് തന്നെ ഇപ്പം ഞാൻ എൻ്റെ വീഡിയോ ചെയ്തത് ഞാൻ മാത്രമാണ്. എൻ്റെ വീഡിയോ റെക്കോർഡ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ ഒരാൾ സഹായം അത്രേ ഞാൻ വെക്കലുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ തന്നെയാണ്. അപ്പോൾ ഏറ്റവും ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം ഒന്ന് ബാക്ക്ഗ്രൗണ്ടാണ്, 2 ലൈറ്റിംഗ് ആണ്. ഇതൊക്കെയാണ്. നിങ്ങൾ ചില ചാനലുകൾ കണ്ടില്ലേ, ചാനലുകൾ മലയാളത്തിലെ ചാനൽ ഏഷ്യാനെറ്റ്, അതുപോലെ ഫ്ലവേഴ്സ്, അങ്ങനത്തെ ഒരുപാട് ചാനലുകളുണ്ട് അല്ലേ നമ്മൾ ടി വിയിൽ കാണുമ്പോൾ. അതിലൊരു ഇൻ്റർവ്യൂസ് നമ്മൾ കാണാറുണ്ട്. ആ ഇൻ്റർവ്യൂസൊക്കെ അത്ര മനോഹരമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ തോന്നാനുള്ളൊരു കാരണം ഈ സിസ്റ്റം, അതായത് സിനിമയിൽ പറഞ്ഞ പോലത്തെ ആ സിസ്റ്റം മുഴുവൻ അതിലും വർക്ക് ചെയ്യുന്നുണ്ട്. അതേ സിസ്റ്റം തന്നെയാണ് അവിടെയും വർക്ക് ചെയ്യുന്നത്. അതിൽ അവർ ആദ്യം ഫ്രെയിം സെറ്റ് ചെയ്യും അവരുടെ ചാനലിൽ. അവർക്ക് ഏരിയ കണ്ടെത്തും. ആ ഏരിയയിൽ അവർ ബാക്ക്ഗ്രൗണ്ട്, അതിനനുസരിച്ചുള്ള ബാക്ക്ഗ്രൗണ്ട് അതിൻ്റെ ആർട്ട് ഡയറക്ടേഴ്സ് വന്നിട്ട് ശരിയാക്കും, എന്താ വേണ്ട വെച്ചാൽ. അതുപോലെ അതിൻ്റെ വീഡിയോഗ്രാഫി, ലൈറ്റിംഗ് സിസ്റ്റം എല്ലാം ഇതുപോലെ തന്നെയാണ്. എന്നതുപോലെ തന്നെയാണ് നമ്മളതും ഒരു ചാനലാണ്. ആ ഒരു ബോധം വേണം. ഒരു ചാനലാണെന്നുള്ള ബോധം നമുക്ക് തിരിച്ചറിയണം. അതല്ലാതെ വെറുതെ എന്താ പറയുക, ആർക്കും യൂട്യൂബിൽ ഒരു ചാനൽ ഉണ്ടാക്കാം, ഒരു അക്കൗണ്ട് മാത്രം മതി, എന്നിട്ട് നമുക്ക് കാണുന്നതെല്ലാം ഷൂട്ട് ചെയ്യാണ്ട് അങ്ങോട്ട് അപ്ലോഡ് ചെയ്യാം. ഇതാണ് നമ്മുടെ പ്രശ്നം, നമ്മളെ മലയാളികളുടെ പ്രശ്നം ഇതാണ്. കാരണം ഈ അടുത്ത കാലമായിട്ട് നമ്മൾ മലയാളികൾ അധികം യൂട്യൂബിലൊക്കെ കടന്നു വരുന്നത്, ഞാനടക്കമുള്ള ആളുകൾ. അപ്പം നമുക്ക് ആകെ അറിയുന്നത് എന്താ, ഒരു ക്യാമറ ഉണ്ടായാൽ മതി, അല്ലെങ്കിൽ ഒരു മൊബൈൽ ഉണ്ടായാൽ മതി, അല്ലെങ്കിൽ SLR ക്യാമറ ഉണ്ടായാൽ മതി, നമുക്കും വീഡിയോ ചെയ്യാം. അപ്പോൾ ആ ഒരു ചിന്തയാണ് മാറ്റേണ്ടത്. കാരണം നമ്മൾ ചിന്തിക്കേണ്ടത് ഇങ്ങനെയാണ്, എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നാണ് നോക്കേണ്ടത്. ഒരു SLR ക്യാമറ, നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ അടുത്തും SLR ക്യാമറ ഉണ്ട്, ഞാനും SLR ക്യാമറയിലാണ് ഷൂട്ട് ചെയ്യുന്നത് പറഞ്ഞ പോലെ. ഒരു SLR ക്യാമറ ഉണ്ടായതുകൊണ്ട് മാത്രം പോരാ, നമ്മൾ ഈ ഒരു കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യുമ്പോഴേ ഉള്ളൂ നമുക്ക് നല്ലൊരു റിസൾട്ട് നമ്മൾ വീഡിയോയിൽ കിട്ടുള്ളൂ. അതല്ലാതെ നമ്മൾ ജസ്റ്റ് ഒരു ക്യാമറയും എവിടെയെങ്കിലും വെച്ചിട്ട് നമ്മളൊരു ഇൻട്രോ വീഡിയോ അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ വീഡിയോ അല്ലെങ്കിൽ ഒരു റിവ്യൂ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇത്ര മാത്രം ശ്രദ്ധിക്കുന്നുള്ളൂ. ക്യാമറ എവിടെയെങ്കിലും സെറ്റ് ചെയ്യും, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, ലൈറ്റ് സിസ്റ്റം ശ്രദ്ധിക്കുന്നില്ല, കോസ്റ്റ്യൂം ശ്രദ്ധിക്കുന്നില്ല, പിന്നെ പശ്ചാത്തലം, ബാക്ക്ഗ്രൗണ്ട് ഒന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ കയറിയാണ്ട് ചെയ്യുകയാണ്. അതുകൊണ്ട് എന്താവുക, അതാണ് നമ്മളെ ഫ്രെയിം, അതാണ് ഒരു ദാരിദ്ര്യം ഫീൽ ചെയ്യുന്നത്. ആ ദാരിദ്ര്യം നമ്മൾ പ്രേക്ഷകരിലേക്ക് കൊടുക്കുന്നതേ കിട്ടുള്ളൂ. നമ്മൾ തീരുമാനിക്കണം. അപ്പം നമ്മളാണ് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾ. അത് എങ്ങനെ അവതരിപ്പിക്കണം എന്നുള്ളത് നമ്മളാണ്, അത് എങ്ങനെ പകർത്തണം എന്നുള്ളതും നമ്മളാണ്. കാരണം ഡയറക്ടറും നമ്മൾ തന്നെയാണ്, വീഡിയോഗ്രാഫറും നമ്മൾ തന്നെയാണ്. ഇതെല്ലാം നമുക്ക് സ്വന്തമായിട്ട് പറ്റും. അപ്പോൾ അതിനുള്ള കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതെല്ലാം നമ്മളെ കൊണ്ട് പറ്റും. അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അപ്പോൾ ഈ വീഡിയോയിലൂടെ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ വീഡിയോ മെച്ചപ്പെടുത്താം എന്നതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓരോ ഘട്ടമായിട്ടാണ് ഞാൻ ഇതിലൂടെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അതായത് ഓരോ എപ്പിസോഡായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് വീഡിയോ തരിക, അതായത് ഞാൻ അപ്ലോഡ് ചെയ്യാം. എന്നെക്കൊണ്ട് എല്ലാം ഒരുമിച്ച് പറ്റത്തില്ല. നമുക്ക് ഫസ്റ്റായിട്ട് നമുക്ക് വേണ്ടത് ഒരു സ്റ്റുഡിയോ തന്നെയാണ്. ഇപ്പോൾ ആദ്യം നമുക്കൊരു ബോധം വേണം, നമ്മളിതൊരു ചാനലാണ്. ജസ്റ്റ് ഒരു നേരത്തെ പറഞ്ഞ പോലെ യൂട്യൂബിൽ ഒരു അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഇത് കിട്ടുന്നത് മുഴുവൻ അപ്ലോഡ് ചെയ്യുക, അതാരും നമ്മൾ കാണുന്നത്, ആ ഒരു മൈൻഡിലല്ല നമ്മൾ കാണുന്നത്. നമ്മളിതൊരു ചാനലാണ്. ആ ചാനലിനെ ഒരു പ്രൊഫഷണലാക്കി മാറ്റണം. ആ ചാനലിലൂടെ നമ്മൾ അറിയപ്പെടണം. അപ്പോൾ ആ ചാനലിൽ ഞാൻ എന്തൊക്കെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത്, അതിൻ്റെ ഡയറക്ടർ എല്ലാം നമ്മൾ തന്നെയാണ്. അപ്പോൾ ആ ഒരു സാമാന്യ ബോധത്തോട് കൂടിയിട്ട് വേണം നമ്മൾ വർക്ക് ചെയ്യാൻ. അതല്ലാതെ ഈ 4000 വാച്ചിങ് അവറും അതുപോലെ 1000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടി എന്തും അങ്ങോട്ട് കുത്തി കയറ്റിയിട്ട് അപ്ലോഡ് ചെയ്യുന്ന ആളുകളുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് നമ്മളിപ്പോൾ പ്രൊഫഷണലായിട്ടുള്ള ഏഷ്യാനെറ്റ് പോലെ ചാനൽ തന്നെയാണ് വിചാരിക്കുക. നമ്മളെ ചാനലും അങ്ങനത്തെ ഒരു ചാനൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വീഡിയോയും നല്ലതുപോലെ മെച്ചപ്പെട്ട് നല്ലൊരു ക്വാളിറ്റിയിൽ നിങ്ങൾക്കും ഒരു നല്ലൊരു നിലവാരത്തിൽ നിങ്ങളുടെ ചാനലിനെ കൊണ്ടുപോകാം. അപ്പോൾ ഫസ്റ്റായിട്ട് ഞാൻ പറയുന്നത്, നമുക്ക് ആദ്യം വേണ്ടത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടാണ്. ഇപ്പോൾ നമുക്ക് സ്റ്റുഡിയോ വേണം. ആ സ്റ്റുഡിയോ നമുക്ക് നമ്മുടെ വീട്ടിനകത്ത് തന്നെ എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ വീട് ചെറിയ വീടായിരിക്കാം, വലിയ വീടായിരിക്കാം, അതുപോലെ വീടില്ലാത്തവർ ഫോട്ടോ ഹൗസിലോ വാടക വീട്ടിലോ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കാം. ഞാൻ നിൽക്കുന്നത് റെൻ്റ് ഹൗസിലാണ്, വാടക വീട്ടിലാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇനി മഴയാണ് വരാൻ പോകുന്നതൊക്കെ,
അപ്പോൾ നമുക്കൊരു വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ പുറത്ത് പോയിട്ടൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. ഒരു ഇൻട്രോ വീഡിയോ തരണമെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഇൻട്രോ വീഡിയോ ഒക്കെ അതുപോലെ മനോഹരമായിട്ട് എനിക്ക് എപ്പോഴും ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റുഡിയോ നമുക്ക് ഫിക്സ്ഡ് ആയിട്ട് വേണം. അത് വലിയ ഹൈ ബഡ്ജറ്റിലും നമ്മൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഏറ്റവും ലോ ബഡ്ജറ്റിലാണ് നമ്മളത് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഞാനത് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എനിക്കും ഒരു സ്റ്റുഡിയോ ആവശ്യമാണ്. ഞാൻ ഇതൊരു സ്റ്റുഡിയോ ഇവിടെ സെറ്റ് ചെയ്തിട്ടില്ല. കാരണം ഇവിടെ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ അറിയാം, എൻ്റെ ലെൻസ് 85 കനോണിൻ്റെ 85 ആണ്. അത് എന്നെ ഷാർപ്പാക്കി വെച്ചിട്ട്, സബ്ജക്റ്റ് ഞാനാണ്, അപ്പോൾ എന്നെ ഷാർപ്പാക്കി വെക്കുമ്പോൾ ബാക്കിയുള്ള ഭാഗം ബ്ലറാണ്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് എന്നെ മാത്രം ശ്രദ്ധിക്കുന്നുള്ളൂ, നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടോട്ട് ശ്രദ്ധിക്കുന്നില്ല. ലൈറ്റ് സിസ്റ്റമൊക്കെ എൻ്റെ ഫേസിലോട്ടാണ്. അപ്പോൾ എനിക്ക് ഈ ഒരു എൻ്റെ കിട്ടുന്ന ഭാഗം ഏരിയ ഇത്രയും മാത്രമേ ഉള്ളൂ, ഒരു ഹാഫായിട്ട്. അപ്പോൾ എനിക്ക് റിവ്യൂ ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് വേറെ എന്ത് ഇൻ്റർവ്യൂ ചെയ്യണമെങ്കിലോ അപ്പോൾ അങ്ങനെ വൈഡ് ഏരിയ വേണം. അപ്പോൾ വൈഡ് ഏരിയയിൽ നമ്മൾ ക്യാമറ സെറ്റ് ചെയ്യുമ്പോൾ വൃത്തികേടായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ആകും പിന്നെ നമ്മൾ കാണുക. അപ്പോൾ ഇവിടെ ഞാൻ എൻ്റെ ഈ ഒരു വീട്ടിൽ അത്രയും സെറ്റപ്പൊന്നുമില്ല. കാരണം ഒരു വാടക റെൻ്റ് ഹൗസ് ആയതുകൊണ്ട് തന്നെ പെയിൻ്റൊക്കെ വളരെ മോശമാണ്. കാരണം അവർ യൂസ് ചെയ്ത പെയിൻ്റാണ്. അപ്പോൾ ഇനി നമ്മൾ പെയിൻ്റൊക്കെ ചെയ്യാൻ ഓവർ എക്സ്പെൻസ് ഉള്ള കാര്യമാണ്. അപ്പോൾ താൽക്കാലികമായിട്ട് ഞാൻ ഒരു സ്റ്റുഡിയോ സെറ്റ് ചെയ്യുകയാണ്. അതും ഏറ്റവും ലോ ലെവലിലാണ്, ഏറ്റവും ലോ ബഡ്ജറ്റിലാണ് സെറ്റ് ചെയ്യണത്. അപ്പോൾ അത് എങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇനി വരും ദിവസങ്ങളിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാം. ഞാൻ ആദ്യമായിട്ട് സെറ്റ് ചെയ്യാൻ പോകുന്നത് ബാക്ക്ഗ്രൗണ്ടാണ്. നമ്മുടെ ചുമര്, അതായത് വാളിൽ ചെയ്യാൻ പറ്റിയ ഏറ്റവും ലോ ബഡ്ജറ്റിൽ ചെയ്യാൻ പറ്റിയ ഒരു ഡെക്കറേഷൻ എന്ന് വെച്ചാൽ വാള് നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ടിനെ ചേഞ്ച് ആക്കാൻ പോകുന്നു. അപ്പോൾ അത് എങ്ങനെയെന്നുള്ളത് ഞാൻ വരും ദിവസങ്ങളിൽ വീഡിയോ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എന്നെ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ ഫോളോ ചെയ്യുക. ഞാൻ അതേ പറഞ്ഞു, ഇത് ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല, വളരെ ലോ ലെവലിൽ തന്നെയാണ് ഞാൻ ഈ സെറ്റ് ഉണ്ടാക്കുന്നത്. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഉപകാരപ്രദമാകും തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.